ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്സ്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇവന്റ് നടത്തിയിട്ട് മറ്റേ ജെമിനായി, അതായത് നമ്മുടെ ഗൂഗിളിന്റെ AI ടൂളായ ജെമിനായി ഒരു 8 ലാംഗ്വേജ് പുതിയതായിട്ട് ഇന്ത്യൻ ലാംഗ്വേജസ് കൊണ്ടുവരാൻ പോവാണ്. ജെമിനായി കോപൈലറ്റും ഒക്കെ ആയിട്ട്, ഓപ്പൺ ഒക്കെ ആയിട്ട് ഒരു 8 പുതിയ ലാംഗ്വേജും കൂടെ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഗൂഗിൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഈവെന്റിലാണ് ഇത് അനൗൺസ് ചെയ്തത്. ഓൾറെഡി നമുക്ക് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് ഓൾറെഡി നമുക്ക് ChatGPT ജെമിനൈക്കൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൂടാതെ 8 പുതിയ ലാംഗ്വേജസും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ AI ടൂളായ ജെമിനായി ഇതിലൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അത് നല്ലൊരു ഹാപ്പി ന്യൂസും കൂടെയാണല്ലേ. അപ്പം അത് ഏതൊക്കെയാണ് പുതിയ 8 ലാംഗ്വേജ് എന്ന് പറയുന്ന, മലയാളം വരുന്നുണ്ട്, തമിഴ് വരുന്നുണ്ട്, തെലുങ്ക് വരുന്നുണ്ട്, കന്നഡ വരുന്നുണ്ട്, ബംഗാളി വരുന്നുണ്ട്, മറാത്തി, ഉറുദു, ഗുജറാത്തി, ഇത്രയും ഭാഷകളാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. തമിഴ് അപ്പോൾ ഇത്രയും പുതിയ ലാംഗ്വേജസ് നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഒരു ഹാപ്പി ന്യൂസ് ആണ്. കാരണം ഒരുപാട് പേരിപ്പം ഈ പറയുന്ന പോലെ ChatGPT പോലുള്ള ജെമിനായി പോലുള്ള AI ടൂൾ കൂടുതലും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഗൂഗിളിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളത്. കാരണം ഇനിയുള്ള ഫ്യൂച്ചറുകൾ മൊത്തം AI ടൂളിൽ ഡിപ്പെൻഡ് ചെയ്താണല്ലോ പോകുന്നത്. അപ്പം അതുകൂടാതെ ഇപ്പം വേറൊരു കാര്യം നമുക്കിതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇപ്പം ChatGPT 4 എന്ന വേർഷനിൽ 100 വേർഡ്സ് അത് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബോട്ടിൽ വെള്ളം അതിനാവശ്യമാണ്. അപ്പോൾ അത്രയ്ക്കും ഇതാണ് ഇതിൽ വരുന്നത്. അപ്പം നിങ്ങൾ വെറുതെ ഓപ്പൺ ഐനോടൊക്കെ സംസാരിച്ചിരിക്കുക, അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് ടൈം പാസിന് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതൊക്കെ എത്രമാത്രം ചെലവ് വരുത്തുന്നു എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പോൾ വെറുതെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിനോട് ചോദിക്കുക. നമുക്ക് നമ്മുടെ ജോബിലും ബിസിനസ്സിലും അതെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനത്തെയൊക്കെ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മാക്സിമം ഇതിലേക്ക് എക്സ്ട്രീം ലെവലിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഇനിയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്ന AI ടൂള് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പം ഇതിൻ്റെ മുന്നിലുള്ള പല വീഡിയോയിൽ ഷെയർ ചെയ്ത പോലെ AGIയിലേക്കൊന്നും എത്താൻ ഇനി അധികം താമസമില്ല. ഇപ്പം ഓപ്പൺ ഐയുടെ പുതിയ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തു. അത് പ്രീമിയം വേർഷനിലാണ് ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. അതായത് പണ്ടൊക്കെ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ടാമത് നമ്മൾ പ്രോംപ്റ്റ് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്കത് കൂടാതെ തന്നെ നമുക്ക് ക്ലൗഡ് 3.5 സോണറ്റിലുള്ള ഫ്യൂച്ചർ പോലെ തന്നെ നമുക്ക് വേണ്ട ഭാഗം എഡിറ്റ്, ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്, വേണ്ട ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഓപ്പൺ ആയിട്ട് പുതിയ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അത് ഈ താമസിയാതെ പ്രീമിയം മാത്രമല്ല സാധാ വേർഷൻസും നോർമൽ വേർഷൻസിലും അവർ ഇത് എത്തിക്കാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ വേറൊരു ഇത് ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഗൂഗിൾ പേ ഗൂഗിൾ ഇതിൻ്റെ ഈ വെതറിലൊരു അപ്ഡേഷൻ രണ്ട് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പം വെതറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇപ്പം മൂടൽ മഞ്ഞ് പോലെ അല്ലെ മൂടൽ ഒക്കെ കെട്ടിക്കിടക്കുന്ന ആ ഒരു സംഭവവും, അതേപോലെ വെള്ളപ്പൊക്കം ഇതൊക്കെ വരുന്ന ഇതും കൂടെ അവർ മാപ്പിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചറായിട്ടാണ് ഇപ്പോൾ അവർ കൊണ്ടുവന്നേക്കുന്നത്. അതിനവർ ഗൂഗിൾ സർക്കിളോ എന്നെങ്ങാണ്ടാണ് പേരിട്ടേക്കുന്നത്. അപ്പം ഇതും ഒരു ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ്സ് ആണ്. അപ്പം നിങ്ങളതെല്ലാം ടെക്നോളജി പരമായിട്ട് ഇപ്പോൾ ഓപ്പൺ AI അല്ലെങ്കിൽ AI ടൂൾസിനെ നമ്മൾ മാക്സിമം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും നമ്മൾ ഉപയോഗിക്കുക.
അത് വഴി നമുക്ക് ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു 100 ഐക്യം ഉണ്ടെങ്കിൽ ഒരു 150 200 ആയിക്കോട്ടെ. കാരണം അത് ഉപയോഗിക്കുന്നതിലൂടെ അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പം എലോൺ മാസ്കിൻ്റെ IQ ലെവൽ എന്ന് പറഞ്ഞ 115 അപ്പം നമ്മൾ ഈ AI ടൂളുകൾ ഉപയോഗിക്കുന്നതോടെ നമുക്ക് കിട്ടാൻ പോകുന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു 150 അല്ലെങ്കിൽ 200 IQ വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫിനെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും, പ്രൊഫഷണൽ ലൈഫിലും ബിസിനസ് ലൈഫിലും ഒക്കെ.